പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് കാശ്മീരിൽ നിന്ന് പുതുതായി 2 വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലൊന്ന്, ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള, അതായത് തീവ്രവാദികളിൽ പെടുന്ന ഒരു വ്യക്തിയുടെ രേഖാചിത്രം, 4 പേരുടെ രേഖാചിത്രമായിരുന്നു പുറത്തു വിട്ടത്. അതിൽ ഒരാളുടെ കൃത്യമായിട്ടുള്ള വിവരം സൈന്യത്തിന് കിട്ടിയെന്നാണ് അറിയുന്നത് മാത്രമല്ല, ഈ ഇദ്ദേഹത്തിൻ്റെ പേര് ആദിൽ ഹുസൈൻ തോക്കർ എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ വീട് അന്നേരം തന്നെ നശിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ആദിൽ ഹുസൈൻ്റെ വീട്ടിൽ ഉമ്മയെ കണ്ട് സംസാരിച്ച ഒരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ മാതാവുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നിലവിൽ അറിയില്ല എന്നാണ് മാതാവ് പറയുന്നത്. അതായത് ആദിലിൻ്റെ ഉമ്മ പറയുന്നത്, നിലവിൽ ഈ വ്യക്തിയെക്കുറിച്ച് യാതൊരുവിധ വിവരവും ഇല്ല, നമുക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഭീകരാക്രമണത്തിലെ പ്രതികളിൽ ഒരാളെന്ന് സംശയിക്കുന്ന ആദിൽ ഹുസൈൻ തോക്കർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈന്യത്തിന് വേണ്ടത് ചെയ്യാമെന്ന് മാതാവ്. അതിപ്പം ഈ ആദിലിനെ സംബന്ധിച്ച് ഉമ്മ പറയുന്ന കാര്യങ്ങൾ, ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. നേരത്തെ മുന്നും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കുടുംബങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ് അന്നും ഒരു ഉമ്മ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം മറ്റ് തീവ്രവാദ ബന്ധമായിട്ട് ഉള്ളവരൊക്കെ ഇന്ത്യയിലുണ്ട്. അവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇതല്ല എങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ സമൂഹം അല്ലെങ്കിൽ രാജ്യം ബഹുമാനിക്കേണ്ടതുണ്ട്. കാരണം സ്വന്തം മകനായ പോലും രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരവസ്ഥ മകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുവെങ്കിൽ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. യാതൊരുവിധ സ്നേഹബന്ധങ്ങൾക്കും വിലയില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ രാജ്യത്ത് മൊത്തം ഉള്ള എല്ലാ ഉമ്മമാരോടും പറയുന്നത്. ഉമ്മ മാത്രമല്ല, വാപ്പയായാലും അച്ഛനായാലും അമ്മയായാലും ആര് തന്നെ ആയാലും തീവ്രവാദ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആരുടെ പേരിൽ കുറ്റം വന്നാലും അല്ലെങ്കിൽ അവരെ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം പുറത്തു വന്നു കഴിഞ്ഞാൽ അവരെ ഈ രാജ്യം യാതൊരു കാരണവശാലും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. തങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആദിൽ കീഴടങ്ങണമെന്നും ഷഹ്സാദ ബാനു അഭ്യർത്ഥിച്ചു. അനന്തനാഗ് ജില്ലയിലുള്ള ആദിലിൻ്റെ വീട് സൈന്യം തകർത്തിരുന്നു. കുടുംബാംഗങ്ങളെ സുരക്ഷാസേന മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറ്റിയ ശേഷമാണ് വീട് തകർത്തത്. മകൻ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അംഗീകരിക്കാനാവില്ല. അവനതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈന്യത്തിന് വേണ്ടതുപോലെ ചെയ്യാം. അതായത് സൈന്യത്തിൻ്റെ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഉമ്മയ്ക്ക് നേരിട്ടൊരു യാതൊരുവിധ അറിവും ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ വ്യാഴാഴ്ച വൈകിട്ട് ഓടെയാണ് സൈന്യം വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നുവെന്നും നിങ്ങളുടെ മകൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതായത് ഈ ഒരു ആദിൽ എന്ന് പറയുന്ന ഈ വ്യക്തിയായിട്ടുള്ള ബന്ധത്തിൽ, അതായത് പട്ടാളം ഷഹസാദ് ബാനുവിൻ്റെ വീട്ടിൽ, അതായത് ചെറുക്കൻ്റെ അല്ലെങ്കിൽ പയ്യൻ്റെ ചെറുക്കനെന്നൊന്നും പറയാൻ പറ്റില്ല, ആദിൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു, ഫുഡ് കൊടുത്തു. അതായത് ഉമ്മ കൊടുത്ത ഫുഡും കഴിച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയെന്ന് ഉള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഉമ്മയോട് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾക്കത് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തില്ലെന്ന് ഞാൻ ചോദിച്ചു. അതാണ് ഇതിനകത്ത് നമ്മളെ കൂടുതൽ നമുക്ക് ഈ ഉമ്മയോട് ബഹുമാനം തോന്നുന്നൊരു വാക്ക്. അതായത് അന്വേഷിച്ച് വരുന്നു, അപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ സംസാരിക്കും, സ്വഭാവമായിട്ട് ചോദിക്കും എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണെങ്കിൽ നിങ്ങളുടെ മകൻ ഈ തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളത് സൈന്യത്തിന് പട്ടാളത്തിന് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് കൊടുക്കുമ്പോൾ ഉമ്മ അടുത്തതായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നു എന്ന് തോന്നിയിരുന്നു ആ സമയം, എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ എന്തിനാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതെന്നുള്ളൊരു ചോദ്യം ഉമ്മ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവരോട് ബഹുമാനം തോന്നുന്നത്. അവൻ വീട്ടിൽ വന്നിട്ട് വർഷങ്ങളായെന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങളുടെ വീട് ബോംബ് വെച്ച് തകർക്കാൻ പോവുകയാണെന്നും ഓടിപ്പോകാനുമാണ് പിന്നീട് അവർ പറഞ്ഞത്. അതായത് ഉമ്മയോട് പറയുന്നത്
വീട്ടിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളാണ് പറഞ്ഞത്. ഇതൊന്നും ഒരു കാരണവശാലും ശരിയുള്ള കാര്യമല്ല. അത് ഇന്ത്യൻ പട്ടാളമായാലും ഇനി ഏത് ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ദൈവം എന്ന് പറഞ്ഞാലും ശരി, ഇവർക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്ക് അറിയാമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ആ സെക്കൻഡിൽ ആ സമയത്ത് വന്നില്ല, അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീട് ആക്രമിച്ചില്ല? അപ്പോൾ ഇങ്ങനൊരു കൂട്ടക്കുരുതി അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായതിന് ശേഷം ഈ ഉമ്മയെടുത്ത് വന്നിട്ട് എന്താണ് ഇവർക്ക് ഇത്രമാത്രം വൈരാഗ്യം? അപ്പോൾ ഇതൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. നിങ്ങളുടെ വീട് തകർക്കാൻ പോവാണ്, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടാളാൻ ഏതൊക്കെ രീതിയിലാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആദിലിൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഷഹസാദ ബാനുവിനെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരു ദിവസത്തിന് ശേഷം വിട്ടയച്ചു. പുറത്തുവിട്ട രേഖാചിത്രം തൻ്റെ മകനുമായി സാമ്യമുള്ളതല്ലെന്നാണ് ഷഹസാദ് ബാനു പറയുന്നത്. അതായത് ഈ ഫോട്ടോയും അതായത് ഒരു രേഖാചിത്രം വരച്ചു, ഒരു ഉദ്ദേശം വെച്ചിട്ട് ആ പയ്യൻ്റെ അല്ലെങ്കിൽ ഇവരുടെ മകൻ്റെ ഫോട്ടോ വരയ്ക്കുമ്പോൾ അതുമായിട്ട് സാമ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആദിൽ എന്ന് പറയുന്ന ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ പറയുന്നത് സാമ്യമുള്ള അതല്ലെന്നാണ് ഷഹസാദ് പറയുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ പാകിസ്ഥാനിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ആദിലുമായി 2018 മുതൽ തങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് കുടുംബം പറയുന്നത്. 2018 ഏപ്രിൽ 29 ഒരു പരീക്ഷയ്ക്കായി ബദ്ഗാമിലേക്ക് പോകുന്നുവെന്നും പറഞ്ഞിറങ്ങിയതാണെന്നും ആദിലിൻ്റെ മാതാവ് പറയുന്നു. ആദിൽ 2018 സ്റ്റുഡൻറ്റ് വിസയിൽ പാകിസ്ഥാനിലേക്ക് കടന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 ആദിൽ തിരിച്ചെത്തിയെന്നും ഏജൻസികൾ കണ്ടെത്തി. അതായത് ഫുൾ ഇൻഫോർമേഷൻ പട്ടാളത്തിനുണ്ട്, സൈന്യത്തിന് അറിയാം. അപ്പോൾ ഇതിനെല്ലാം ഇവർ ഇതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളും അന്വേഷണങ്ങളും കൃത്യമായിട്ട് നടന്നില്ല എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് ആരാണ് അവിടെ ഭീകരവാദികൾ എവിടെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. ഇത് തന്നെയാണ് ഭരണകൂടവും രാജ്യത്തോട് പറയുന്നത്. അവർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഇത് ആർക്കാണ് പിന്നെ അറിയാവുന്നത്? ഈ ഒരു ചോദ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിഴലിച്ച് നിൽക്കുന്നത്. ഈ മരണം സംഭവിക്കുന്ന ആ സമയത്ത് മാത്രം ഇടപെടുന്നു എന്നുള്ളതിൽ കാര്യമില്ല. ഈ ഒരു ആദിലിൻ്റെ വിഷയത്തിൽ പോലും നമുക്ക് സംശയം വരുന്നത് അതുകൊണ്ടാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. 2024 ഇവിടെ വന്നു എന്നും പറയുന്നു. ആ വന്ന സമയവും അറിയാം, പക്ഷേ ആദിലിനെ പിടിക്കാനോ അവർക്ക് കസ്റ്റഡിയിൽ എടുക്കാനോ ഇവർക്ക് പറ്റത്തില്ല. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ആദിലിൻ്റെ കുടുംബമാണെന്നും പറഞ്ഞിട്ട് ഒരു മുസ്ലിം കുടുംബത്തെ ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ സൈന്യം ഇടപെടുന്നതിനോട് യാതൊരുവിധ യോജിപ്പും ഇല്ലാതെ തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.